പാവക്കുട്ടിയുടെ ഒരു മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മുടി കാണണം ഈ പാവക്കുട്ടിയുടെ മുടിയാണ് ഇവിടെ നിന്ന് ആവണ്ടേ. ഞാൻ ബാക്കിയുള്ള മുടി ഇങ്ങനെയൊക്കെ ഇടിക്കുന്ന മുടിയൊക്കെ ഞാൻ കളയും കേട്ടോ. പക്ഷെ ഇത് കുറച്ച് മുടിയാണ്. ഞാൻ ഇവിടെ കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കണ്ണുമൂക്കൊക്കെ എഴുതി കുറച്ച് നമുക്ക് ഐഷാഡൊക്കെ കിട്ടാൻ. ഇപ്പം ഞാൻ ഒന്ന് മൈലാഞ്ചി ഇടണേ. മൈലാഞ്ചി ആരൊക്കെ പാവക്കുട്ടി ഇടാറില്ലാതെ എനിക്കൊരു എന്തോ ഒരു കൺഫ്യൂഷൻ വന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റി. ഈ മൈലാഞ്ചി പണില്ല, മര്യാദക്ക് ഇടിക്കണില്ല. ഒരു ദിവസം ഞാൻ ഈ സാധനം ഇട്ടപ്പോ എൻ്റെ അമ്മ ഇങ്ങനെ ഇട്ടൊന്ന് ചുനി വരുന്നു ഹരി. അച്ഛൻ്റെയൊക്കെ കോലം നോക്കിയേ, എന്നിൻ്റെയൊക്കെ കോലം നോക്കിയേ. അത് കണ്ടിട്ട് എനിക്ക് ചിരിക്കാൻ തോന്നി. ഇയാളങ്ങനെ ചോറിനെന്ന് പറയട്ടെ. ഈ കൈയാണ് ചോറുന്നത്, ഈ കൈയാണ് ചോറിന. അപ്പൊ ഈ കൈ നോക്കി കൊടുക്കണ്ടേ? ഇയാൾ ഈ കൈ നോക്കി കൊടുക്കും. ഞാനേ മറ്റേ നമ്മുടെ അമ്മമാരൊക്കെ തിരുവാതിരക്കോ ഇങ്ങനെ ഇങ്ങനെ വട്ടം വരക്കൂലേ, അത് ആവണില്ല. അതാണ് പ്രശ്നം. മുടി കൊളയാവട്ടോ കുറെ നേരം. വേറൊരു പാക്കുട്ടി ഉണ്ടായിരുന്നു, അതവിടെ കിടപ്പുണ്ടേ. മൈലാഞ്ചി അത് ഇടട്ടെ, അല്ലെങ്കിൽ പ്രശ്നമാവും. ഇതൊരു അമ്മയുണ്ട്, ആ അമ്മയുടെ പേര് മൈലാഞ്ചി കൊച്ചുങ്ങളുടെ കയ്യിലാങ്കി നമ്മുടെ ഓരോരോ മനുഷ്യന്മാരുടെ കയ്യിലാങ്കി ഈ മൈലാഞ്ചി ഇടും. പക്ഷെ ചോറിനണ കയ്യിലൊന്നും മൈലാഞ്ചി ഇട്ടായിരുന്നു. മൈലാഞ്ചി ചോറിനുമ്പോ മൈലാഞ്ചി പായലേക്ക് പോകും. അത് മൈലാഞ്ചി വിഷമാണ്. അങ്ങനെ ചെയ്തു. ഇയാളെ മെഹന്തിയാണ് മേടിച്ചേക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ഒരു ഒട്ടേക്കുന്നത് കേട്ടോ. ഞാൻ വീട്ടിൽ വെച്ചാണ് കേട്ടോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇവിടെ തേച്ചിട്ടുണ്ട്. വയ്ക്കുന്ന സ്റ്റിക്കർ അതും വെച്ചാൽ ഞാൻ ചെയ്തത്. പക്ഷെ ആരും ചൊറണയിൽ തേക്കേ ചെയ്തു. ആരെയും വാരി തന്നെയെങ്കിലും തേക്കരുതെന്നേ, ദോഷമാണ്. കുഞ്ഞുവാവയൊക്കെ കേൾക്കാട്ടോ. ഞാനേ വേറൊരു സാധനോട്ട് വരക്കുന്നത്. ആ മൈലേജ് വരക്കാൻ എനിക്ക് പറ്റില്ല. ഓക്കെ, ഇത് കാലിൽ വെച്ച് നോക്കിയാലാ എന്താ സംഭവിക്കാറ്. ഞാൻ മൈലേജ് ഒന്ന് ഇട്ടേ. വട്ടം വരക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് വട്ടം വെച്ചാൽ ഇപ്പോഴത്തെ വട്ടം വരും പറ്റൂല. ചോറിങ്ങനെ ചോറ് ഞാൻ പോവാണേ. ചോറ് നേരിട്ട് വീഡിയോ എടുക്കാം കേട്ടോ.